ഓക്കെ, എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷനാണ്. റാഷണൽ നമ്പർ എന്താണ്, ഇറാഷണൽ നമ്പർ എന്താണ്, റിയൽ നമ്പർ എന്താണ്, ഇൻറ്റിജർ എന്താണ്, നാച്ചുറൽ നമ്പർ എന്താണ്, ഹോൾ നമ്പർ എന്താണ്. ഓക്കെ, ഈ കൺഫ്യൂഷൻ നമുക്കിപ്പോൾ മാറ്റിയെടുക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോട്ടാ. സോ നോർമൽ നമ്പേഴ്സ് 1, 2, 3, 4, 5 ആൻഡ് സോ ഓൺ. ഇങ്ങനെ പോകുന്ന നോർമൽ നമ്പേഴ്സിനെ എന്ത് പേരാണ് പറയുന്നത്? നാച്ചുറൽ നമ്പർ. അതിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് n വെച്ചിട്ടാണ്. ഓക്കെ, നാച്ചുറൽ നമ്പർ നമ്മൾ നോർമലി കൗണ്ട് ചെയ്ത നമ്പേഴ്സ്. ഇത് അവിടെ ഇൻഫിനിറ്റി വരെ പോവാം കേട്ടോ. 1000, 10,000, 1 മില്യൺ, 1 ട്രില്യൺ, എത്ര ഉള്ള പോവാം. ഡെസിമൽ നമ്പേഴ്സോ നെഗറ്റീവ് നമ്പേഴ്സോ പോയിൻ്റുള്ള നമ്പേഴ്സോ ഒന്നും ഇതിൽ പെടില്ല. ദിസ് ഈസ് നോർമൽ കൗണ്ടിങ് നമ്പേഴ്സ്. നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നും പെടില്ല. നോർമൽ നമ്പേഴ്സിനെ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. ഇനി ഈ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ 0 ആഡ് ചെയ്തിട്ട് ഒരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 0, 1, 2, 3, 4, 5, 6. ഈ നമ്പറിനെയാണ് ഹോൾ നമ്പർ എന്ന് പറയുന്നത്. W വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒന്നുമില്ല, നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിൽ 0 കൂടെ വന്നു, അതാണ് ഹോൾ നമ്പർ. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഇൻറ്റിജേഴ്സ്. Z വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. Z, ഇൻറ്റിജേഴ്സ് എന്താണ്? ഇതൊക്കെ തന്നെ 0, 1, 2, 3, 4, 5 അങ്ങനെ സോ ഓൺ ആൻഡ് -1, -2, -3, -4 ഇൻറ്റിജേഴ്സ്. അപ്പോൾ എന്താണ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ? പോസിറ്റീവ് നോർമൽ നമ്പേഴ്സ്, 0 ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ്. ശ്രദ്ധിക്കുക, 3 എന്ന് പറയുന്ന നമ്പർ ഇൻറ്റിജറാണ്, -3യും ഇൻറ്റിജറാണ്. 3 എന്ന് പറയുന്ന നമ്പർ നാച്ചുറൽ നമ്പറാണ്, പക്ഷേ -3 എന്ന് പറയുന്ന നമ്പർ നാച്ചുറൽ നമ്പർ അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ Z എന്തൊക്കെയുണ്ട്? ഈ ഇൻറ്റിജേഴ്സിൽ എന്തൊക്കെയുണ്ട്? നാച്ചുറൽ നമ്പർ ഉണ്ട്, ഹോൾ നമ്പർ ഉണ്ട്, ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ, 0 നാച്ചുറൽ നമ്പറാണോ? അല്ല. 0 ഇതിലുള്ള ഹോൾ നമ്പറാണ് 0. നാച്ചുറൽ നമ്പറിൽ 0 ഇല്ല. -4 നാച്ചുറൽ നമ്പറാണോ? അല്ല. കാരണം എന്താ? പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി 3 ഇൻറ്റിജറാണോ? ഒബ്വിയസ്ലി 3 ഇൻറ്റിജറാണ്. 3 നാച്ചുറൽ നമ്പറാണോ? ഒബ്വിയസ്ലി നാച്ചുറൽ നമ്പറാണ്. കാരണം എന്താ? നോർമൽ കൗണ്ടിങ് നമ്പറാണ്. ഇൻറ്റിജേഴ്സും എന്താണ്? നാച്ചുറൽ നമ്പറിൽ പെട്ടതാണ്. ശ്രദ്ധിക്കുക, നെഗറ്റീവ് നമ്പർ എല്ലാവരും പറയുന്നത് തെറ്റാണ്. നെഗറ്റീവ് നമ്പേഴ്സ് മാത്രമല്ല ഇൻറ്റിജേഴ്സ്. നെഗറ്റീവ് നമ്പേഴ്സും നോർമൽ നമ്പേഴ്സും കൂടെ ടോട്ടലായിട്ടുള്ളതിനാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ. Q വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. Q ഇതൊക്കെ തന്നെ -4, -3, -2, -1, 0 ഇങ്ങോട്ടേക്കുണ്ട് കേട്ടോ. 1, 2, 3, 4, 5 ഇത് മൊത്തമുണ്ട്. പിന്നെന്താണ് വേറെ ഇതിലുള്ളത്? പോയിൻ്റുള്ള നമ്പേഴ്സും ഉണ്ട്. പോയിൻ്റുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1.5 ഇവിടെ, 1.5, 3.756. ഓക്കെ, ഇതിനെ നെഗറ്റീവ് ആകാം, -1.5 ആകാം, -3 ആകാം, 0.0001 ആകാം, ഇത് തന്നെ പ്ലസ് ആകാം, മൈനസ് ആകാം. ഇതെല്ലാനും എന്തിൽപ്പെട്ടതാണ്? റാഷണൽ നമ്പറിൽ പെട്ടതാണ്. ഓക്കെ, റാഷണൽ നമ്പറിൽ പെട്ടതാണ്. അപ്പോൾ റാഷണൽ നമ്പറിൽ ശ്രദ്ധിക്കുക, നോർമൽ നമ്പേഴ്സ് 1, 2, 3, 4 എല്ലാനും ഉണ്ട്, നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാനും ഉണ്ട്, പോയിൻ്റുള്ള നമ്പേഴ്സ് എല്ലാനും ഉണ്ട്. പിന്നെന്താ? ഇതൊക്കെ ഇതിൻ്റെ സെറ്റിൽപ്പെട്ടാണ്. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ പോയിൻ്റുള്ള നമ്പേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ്, നോർമൽ 1, 2, 3, 4 നമ്പേഴ്സ്, 1 മില്യൺ, 1 ട്രില്യൺ, -1 മില്യൺ, എന്തായാലും അത് റാഷണൽ നമ്പറാണ്. ഓക്കെ, പിന്നെ ഇറാഷണൽ നമ്പർ എന്താണെന്ന് ഞാൻ പറയാൻ പോവാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കുക, വേറൊരു ഈ റാഷണൽ നമ്പറിൽ തന്നെ ദിസ് ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ഉണ്ട്. അതായത് 1.333 ഇത് റാഷണൽ നമ്പറാണോ? ആൻഡ് ഈ 3 ഇവിടെ നിൽക്കുന്നില്ല, ആൻഡ് എൻഡിങ് ആണ്. ഡെസിമൽ അങ്ങനെ നെവർ എൻഡിങ് ആണ്. ഈ നമ്പർ റാഷണൽ നമ്പറാണോ? അത് റാഷണൽ നമ്പറാണ്. റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെഫിനേഷൻ ഞാനിവിടെ പറയുന്നില്ല. എന്താണ് ഈ കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഓക്കെ,
റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞത് P/Q ഫോമിൽ എഴുതാമെന്നൊക്കെയാണ് പറയണത്. ഓക്കെ, ഞാൻ ഡെഫിനേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേറെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്പർ 1.333 ഇങ്ങനെ നെവർ എൻഡിങ് ആയിട്ട് പോകുന്ന നമ്പർ റാഷണൽ നമ്പറാണോ? റാഷണൽ നമ്പറാണ്. ഓക്കെ, ഇനി വേറെ നമ്പർ 1.252525 ഇങ്ങനൊരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 25 റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. സോ നേരത്തെ 3 മാത്രമാണ്, ഇപ്പോൾ 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. സോ ഇതും എന്താണ്? റാഷണൽ നമ്പറാണ്. ഇനി 0.012 ഇവിടെ എന്തുണ്ട്? ഒരു പാറ്റേൺ ഉണ്ട്, പോയിൻ്റാണ്. ഇത് പ്ലസ് ആയാലും കുഴപ്പമില്ല, മൈനസ് ആയാലും കുഴപ്പമില്ല, ഒക്കെ റാഷണൽ നമ്പർ. ഇതൊക്കെ നെഗറ്റീവ് ആണെങ്കിലും റാഷണൽ നമ്പർ. നമുക്കറിയാം ഈ ലെഫ്റ്റ് സൈഡിലെയും റാഷണൽ നമ്പറാണ്. സോ ദാറ്റ് ഈസ് റാഷണൽ നമ്പർ. ഇനി ഇറാഷണൽ നമ്പർ എന്താണ്? അത് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, 0 റാഷണൽ നമ്പറാണോ? 0 റാഷണൽ നമ്പറാണോ? അതെ, 0 റാഷണൽ നമ്പറാണ്, ഇതിൽപ്പെട്ടതാണ്. -1 റാഷണൽ നമ്പറാണോ? അതെ. 0.3 റാഷണൽ നമ്പറാണോ? അതെ. -3 റാഷണൽ നമ്പറാണോ? അതെ. സോ ഇനി ഇറാഷണൽ നമ്പർ എന്താണെന്ന് പറയാൻ നമ്മൾ ശ്രദ്ധിച്ചോ. 3.14159 ഇങ്ങനെ ഒരു നമ്പർ, പാറ്റേൺ ഇല്ല, നെവർ എൻഡിങ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാണ്. നെവർ എൻഡിങ് ആണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരു പാറ്റേൺ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ചുമ്മാ ഓരോ നമ്പർ ഇങ്ങനെ തോന്നിയ രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് റാഷണൽ അല്ലാത്ത നമ്പർ. കാരണം ഓൾമോസ്റ്റ് എല്ലാ നമ്പറും റാഷണൽ ആണ്. ദീസ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഓൺലി ആർ ഇറാഷണൽ നമ്പേഴ്സ്. പിന്നെ ഈ നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ നമ്പറിനെയാണ് നമ്മൾ പൈ എന്ന് വിളിക്കുന്നത്. സർക്കിളിൻ്റെ ഏരിയ എന്താണ്? πr², പൈ, അതാണ് ഇറാഷണൽ നമ്പറാണ്. പൈ ഒരു ഇറാഷണൽ നമ്പറാണ്. ഓക്കെ, ഇനി വേറൊരു ഇറാഷണൽ നമ്പർ ഉണ്ട്. എന്താണ്? √2. എന്താണ് √2ൻ്റെ വാല്യൂ? 1.41413562. അതിങ്ങനെ അതിങ്ങനെ നെവർ എൻഡിങ് ആയിട്ട് പോകും. ആ ഡെസിമൽ നെവർ എൻഡിങ് ആയിട്ട് പോകും. സോ √2 ഒരു ഇറാഷണൽ നമ്പറാണ്, പൈ ഒരു ഇറാഷണൽ നമ്പറാണ്. സോ ഇനി ഞാൻ റിയൽ നമ്പർ എന്താണെന്ന് പറയാൻ പോകുന്നത്. റിയൽ നമ്പർ, അതായത് ഇപ്പോൾ ഓൾറെഡി എല്ലാ നമ്പറും കവറായി. ഇനി എന്താ റിയൽ നമ്പർ? റിയൽ നമ്പർ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ എല്ലാ നമ്പേഴ്സിനെയും, നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ നമ്പേഴ്സിനെയും കൂടെ പറയുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഈ എല്ലാ നമ്പേഴ്സിനെയും കൂടി പറയുന്നതാണ് റിയൽ നമ്പേഴ്സ്. മൊത്തത്തിൽ ഓൾ നമ്പേഴ്സ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ സ്ഥലമില്ല, R വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. R. ഓക്കെ, സോ മനസ്സിലാക്കുക. അപ്പോൾ റിയൽ നമ്പർ എന്താണ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും കൂടെ ഉള്ള രണ്ടും കൂടെ ഒരു സെറ്റ് അല്ലേ? റാഷണൽ നമ്പറിൽ തന്നെ 0.1ഉം നമ്പേഴ്സും 0യും ഡെസിമൽസും റിപ്പീറ്റും എല്ലാത്തുമായി. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഇറാഷണൽ, റിപ്പീറ്റ് ചെയ്യാത്ത നെവർ എൻഡിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ ഇറാഷണലാണുള്ളത്. സോ സിംപിളി പറയുകയാണെങ്കിൽ റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും ചേർന്നൊരു സെറ്റിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. പിന്നെ വേറെ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്, റിയൽ അല്ലാത്ത കുറച്ച് നമ്പേഴ്സ്. അതിനെ നമ്മൾ ഇമാജിനറി നമ്പർ എന്ന് പറയും. അത് 10ാം ക്ലാസ്സിലില്ല, +1-ലുണ്ട്. അത് നമുക്ക് അപ്പം നോക്കാം, അതിപ്പോൾ വിട്ടേക്ക്. സോ ഇത്രേ ഉള്ളൂ. ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് നമ്പേഴ്സ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ജസ്റ്റ് ഫോളോ ഫോർ മോർ. പക്ഷേ ഫോളോ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചോദ്യം, -72 റിയൽ നമ്പറാണോ? ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്.